ഫാസ്റ്റ് ലൈനിൽ കയറിയിട്ട് സ്ലോ ആയിട്ട് പോകുന്നു. അതാണ് കലി വരുന്നത്. സേഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് വേണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചാലക്കുടി എത്തിയപ്പോൾ ഞാനൊരു പാട്ടിങ്ങനെ ഓർത്തു. നമ്മുടെ മണിച്ചേട്ടൻ്റെ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ എക്സോസ്റ്റ് തട്ടി. ഓ മൈ ഗോഡ്. പേടിക്കാരി അരങ്ങാടി പറഞ്ഞ സെൻട്രികളെ പോകാം. പിടിച്ചിരുന്നോ? ഓക്കെ പോവാം. എൻ്റെ ഷൂ ഒപ്പം നനഞ്ഞോട്ടെന്നോ? ഓ ഈ വഴിക്കനെയാണ് ആ കറുത്ത അംബാസഡർ കയറി പോകുന്നെന്ന് ആലോചിക്കുമ്പോഴാണ്. പിടിച്ചിരുന്നോണോ? നമ്മൾ മാത്രം ബൈക്ക് താഴെ വരെ കൊണ്ടുപോയെന്ന് തോന്നുന്നു. ബാക്കി ആരും കൊണ്ടുപോയിട്ടില്ല. വാഗമറിനകത്ത് നോക്കി ഡിക്കിക്കകത്ത് വരെ ആളെ ഇരുത്തിക്കൊണ്ടാണ് പോകുന്നത്. കൊള്ളാലോ, നൈസ് ഐഡിയ. ജിയോയുടെ പെട്രോൾ അത്ര പോരെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ സ്റ്റിക്ക് വിത്ത് നൈറ, ദാറ്റ് ഈസ് ബെറ്റർ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നിപ്പോൾ നമ്മൾ തൃശ്ശൂരുള്ള ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സോ സമയം കുറച്ച് ലേറ്റായിപ്പോയി. 9 മണിക്ക് ഇറങ്ങണം എന്ന് ഓർത്തിട്ട് ഒരു 20 മിനിറ്റ് ലേറ്റായിപ്പോയി. ട്രിപ്പ് ഞാൻ 0 ചെയ്തു, കാരണം വീട്ടിൽ നിന്ന് ഞാൻ 0 ചെയ്തു. സോ ലാസ്റ്റ് നമ്മൾ മൂന്നാർ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 372.7 കിലോമീറ്റർ നമ്മൾ ടോട്ടൽ ഓടി. മൂന്നാർ, സൂര്യനെല്ലി, സ്വർഗമേടെല്ലാം പോയിട്ട്. ഇന്നിപ്പോൾ നിലവിൽ വൺ സൈഡ് എന്തായാലും ഒരു 125-130 കിലോമീറ്റേഴ്സ് ഉണ്ടാവുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഗൂഗിൾ മാപ്പിന് അത്രയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം നിലവിൽ ഞാൻ കുറവലങ്ങാട് എത്താറായി. ഇനിയിപ്പോൾ നിലവിൽ നേരെ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ മോനിപ്പള്ളി, കൂത്താട്ടോളം, അതുപോലെ തന്നെ മൂവാറ്റുപുഴ, അവിടെ നിന്ന് നേരെ നമ്മളെ അങ്കമാലിയിൽ നിന്ന് നേരെ തൃശ്ശൂർ വഴി. തൃശ്ശൂർ ചെല്ലുന്നു. ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്യും കേട്ടോ നമ്മുടെ വീഡിയോയിൽ. ചിലപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, ഫ്രണ്ടാണ്. അപ്പം ചിലപ്പം പുള്ളിക്കാരി ഇങ്ങനെ നമ്മുടെ വീഡിയോയിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞായിരുന്നു വരുന്ന കാര്യം. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് കാണാം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും നിലവിൽ ആൾ ജോയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൾക്കിങ്ങനെ 1-2 പ്രാവശ്യം എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് വീഡിയോയിൽ വന്നെന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടപ്പോഴും എന്നോട് പറഞ്ഞ് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോയിൽ വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കട്ടെ എങ്ങനെ അവസ്ഥ എന്നുള്ളത്. കൂത്താട്ടുകുളത്ത് പെട്രോളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 105.71. സർപ്രൈസ്, നമ്മുടെ അവിടെ 105.98. സോ എറണാകുളത്ത് 105.43. ഓ മൈ ഗോഡ്. പെട്രോൾ പ്രൈസസ് എല്ലായിടത്തും പൈസയ്ക്ക് വ്യത്യാസമുണ്ട്. അതെന്താണോ അങ്ങനെ? ഒരിടത്ത് ഒരു പ്രൈസ് അല്ലേ വേണ്ടത്. ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ മൊത്തം ടാക്സും കാര്യങ്ങളും എല്ലാം ഓൾമോസ്റ്റ് എല്ലായിടത്തും സെയിം ആണ്, കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ റോഡ് ടാക്സും വണ്ടി വിലയും കൂടുതലുള്ളത് ഇവിടെ തന്നെ. അപ്പോൾ പെട്രോളിൻ്റെ പ്രൈസിൽ എന്താണ് ഇങ്ങനൊരു വേരിയേഷൻ? സോ മേ ബി നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഞാനിത് നോട്ടീസ് ചെയ്യാറുണ്ട്. ഞാൻ പല പെട്രോൾ പമ്പിലും പോകുമ്പോഴും ഞാൻ അവിടുത്തെ പ്രൈസ് നോക്കാറുണ്ട്. അപ്പം പല പെട്രോൾ പമ്പിലെയും പ്രൈസ് വ്യത്യാസമുണ്ട്. അതെന്താണ് അങ്ങനെ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിലവിൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നോടൊരു കാര്യത്തിൽ ക്ഷമിക്കുക. കാരണം ചെറിയൊരു ഗ്ലെയർ പോലെ കാണിക്കുന്നുണ്ട്. ബിക്കോസ് ഞാനത് ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചത്. ഐ തിങ്ക് ഞാൻ മാമലക്കണ്ടം പോയിട്ട് വന്നപ്പോഴോ എപ്പോഴോ ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്ന ഫ്രണ്ടിലൊരു ബൈക്ക് പോയായിരുന്നു. ആ ബൈക്കിൽ പുറകിൽ ടയർ ഹഗ്ഗർ ഇല്ലാത്തതുകൊണ്ടൊരു കല്ല് വന്ന് അടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിലായിരിക്കും എൻ്റെ മറ്റേ ഈ ലെൻസിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവറുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്റ്റീവ് കവറിൻ്റെ ലെൻസിൽ ചെറിയൊരു ക്രാക്ക് വീണിട്ടുണ്ട്, ആ പ്രൊട്ടക്റ്റീവ് കവറിൻ്റെ ഗ്ലാസ്സിൽ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഗ്ലെയർ പോലെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഐ എം റിയലി സോറി. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ തൃശ്ശൂർ പോകുന്നതിൻ്റെ ഉദ്ദേശം പോകുന്ന വഴിക്ക് ഏതെങ്കിലും ക്യാമറ ഷോപ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അവൈലബിൾ, ഇന്നിപ്പോൾ സൺഡേ ആണ്, അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതും കൂടെ മേടിക്കാം എന്നോർത്താണ് ഞാൻ ഇറങ്ങിയത് തന്നെ ഇന്ന്. സെക്കൻഡറി ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തു. അതിപ്പോൾ 7 ദിവസം 10 ദിവസം എടുക്കും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക.
ഞാനും അതത്ര ശ്രദ്ധിച്ചില്ല. ഇന്നലെ ആക്ച്വലി ആ റൈഡ് പോയപ്പോൾ പെട്ടെന്ന് കാണാനും പറ്റത്തില്ലായിരുന്നു. ഞാൻ ചെരിച്ചുമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്തോ പോലെ ഒരു തോന്നിയത്. അപ്പോൾ ചെരിച്ച് നോക്കിയപ്പോഴാണ് സംഭവം ഞാൻ തന്നെ കാണുന്നത്. സോ എന്തായാലും ഇപ്പം നിലവിൽ ആമസോണിൽ വരും. ഇപ്പോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആമസോണിൽ ക്യാൻസൽ ചെയ്യും പോകുന്ന വഴിക്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ ആമസോണിൽ വരുന്നവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ കഴിഞ്ഞ് ഇവിടെ ആക്ച്വലി വെയിറ്റിംഗ് ആണ്. സിഗ്നലിലാരും തന്നെ നിൽക്കുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സിഗ്നൽ വന്നു. സോ അത്യാവശ്യം നല്ല ചൂടാട്ടോ. സോ നമ്മൾ ആക്ച്വലി ഇന്നലെ മൂന്നാർ പോയത് ഇവിടെ ഒരു പാലം വരും. പാലം കഴിഞ്ഞ് റൈറ്റിൽ തിരിഞ്ഞിട്ടാണ് നമ്മൾ മൂന്നാർ പോകുന്നത് സ്ഥിരം. ഇനിയൊരു നെക്സ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തായിരുന്നു, ബ്രോ വേറൊരു റൂട്ടിലെ പോകുന്നത്, ആ റൂട്ടിൻ്റെ ഒരു വീഡിയോ മൂന്നാർ ഇനി പോവുകയാണെങ്കിൽ എടുക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. സോ ഐ എം ഗോണ ട്രൈ. ഞാൻ ആക്ച്വലി എനിക്ക് ഒന്നുകൂടെ പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ആ റൂട്ടിൽ പോകാൻ കുറച്ച് ചുറ്റാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് എന്തായാലും അത് ട്രൈ ചെയ്യാം. ഒരുപാട് പേരെന്നോട് പറഞ്ഞു വീഡിയോസ് ലോങ് ആണല്ലോ ബ്രോ, നല്ല പോലെ ലോങ് ആണ് കാര്യങ്ങളാണ്. പക്ഷേ കുറേയൊക്കെ പേര് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഞാൻ ഈ റൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നാളെ നിങ്ങൾക്ക് വരുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ആ സമയത്ത് ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇൻട്രോയും പറഞ്ഞ് 4 വ്യൂവും കാണിച്ച് കഴിയുമ്പോഴത്തേക്കും തീർന്നു. പിന്നെ അതിൻ്റെ അകത്ത് ആ വീഡിയോയ്ക്കകത്ത് എന്താ ഉള്ളത്, നിങ്ങൾ പിന്നെ ഒരു 100 വീഡിയോ കുത്തിയിരുന്ന് കാണേണ്ടി വരും കറക്റ്റ് റൂട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ കറക്റ്റ് റൂട്ടും കാര്യങ്ങളും പറഞ്ഞു തരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എന്താ പറയുക സമയം കുറച്ച് കൂടുതൽ വരുന്നത്. ഓക്കെ, അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ എൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്താത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഞാൻ എല്ലാവർക്കും അറിയാം, ഞാൻ മൂന്നാർ, സൂര്യനെല്ലി, അതുപോലെ തന്നെ സ്വർഗമേട് ഒക്കെ പോയായിരുന്നു. സോ സൂര്യനെല്ലി പോകാനുള്ള റീസൺ എല്ലാവർക്കും അറിയാം, കാരണം ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കാണാൻ പോയതാണ്. ആൻഡ് അന്ന് ഞാൻ ആക്ച്വലി സ്വർഗമേട് പോയപ്പോൾ 2 പോലീസുകാരെ പരിചയപ്പെട്ടു. ആൻഡ് അവർ ഇവിടെ 105.60 ആണല്ലോ പെട്രോളിന്. സോ നഷ്ടമായി പോയല്ലോ ഗൈസ്. അവിടെ 105.70 അല്ലായിരുന്നു. വാട്ട് എവർ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അവിടെ ഞാൻ പരിചയപ്പെട്ടു അവരോട് സംസാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ക്യാമറയെക്കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ വീഡിയോസ് ചെറുതാണോ അതോ വലുതാണോ? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം എല്ലാ വീഡിയോസും നമ്മുടെ ലോങ് ആണ് എന്നിങ്ങനെ പറഞ്ഞു. പുള്ളി പറഞ്ഞു നല്ല കാര്യമാണല്ലോ, കാരണം യൂഷ്വലി പുള്ളി പറഞ്ഞു ഞാൻ ആക്ച്വലി സ്വർഗമേട് വന്നത് ഒരു വീഡിയോ കണ്ടിട്ടാണ്. ആ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് ഇതിലേക്കിടയ്ക്ക് കയറി പോകണ്ടേ എടുക്കണ്ടേന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നത് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ചെയ്യുമ്പോഴല്ലേ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുള്ളി ഡെഫിനറ്റ്ലി പറഞ്ഞു ഞാൻ എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അത്യാവശ്യം നല്ലപോലെ തന്നെ ഇനി അതുപോലെ തന്നെ വീഡിയോ ചെയ്താൽ മതി. അതാണ് നമ്മളെപ്പോലുള്ള റൈഡേഴ്സ്, അതായത് ഞങ്ങളെപ്പോലുള്ള ട്രാവലേഴ്സിന് താല്പര്യം. അതായത് നമുക്കിപ്പോൾ ഒരു സ്ഥലം പോകണമെങ്കിൽ അവിടെ ഒരു 10-12 മിനിറ്റിൻ്റെ ഒരു വഴി അറിയാതെ പോകുന്നേക്കാളും നല്ലത് എക്സ്പ്ലെയിൻ ആയിട്ടുള്ള റൂട്ടാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുണ്ട്, കാര്യങ്ങളുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ ഞാനിപ്പോൾ നിലവിൽ ഫുൾ വീഡിയോയും ട്രെയിലറും ഇറക്കുന്നുണ്ട്. അതായത് ലൈക്ക് ഫുൾ എപ്പിസോഡ്. ഇപ്പോൾ നിലവിൽ എൻ്റെ സത്രം റൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. സത്രം റൈഡ് മുതൽ എല്ലാത്തിനും ട്രെയിലറും ഇറക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫുൾ വീഡിയോ ഇറക്കുന്നുണ്ട്. ഫുൾ എപ്പിസോഡ്, അതായത് എപ്പിസോഡ് ബൈ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഫുൾ എപ്പിസോഡെന്നും പറഞ്ഞ് ഇടാറുണ്ട്. ബിക്കോസ് അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ 1-2-3 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ വീഡിയോ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഒരിതുണ്ട്, ചേട്ടനൊരു ട്രെയിലർ പോലെ ഇറക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ. അതിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ 2-3 റൈഡ്സിൻ്റെ ഞാൻ ട്രെയിലർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ട്രെയിലർ ഉണ്ടാക്കിയിട്ടേക്കുന്നതിൻ്റെയും ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അവർക്ക് കാണാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രെയിലർ ഉണ്ടാക്കിയേക്കുന്നത്. ലൈക്ക് നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ നോക്കുകയാണെങ്കിൽ സത്രം റൈഡിൻ്റെ ട്രെയിലറുണ്ട്, മാമലക്കണ്ണ റൈഡിൻ്റെ ട്രെയിലറുണ്ട്, അതുപോലെ നമ്മൾ മൂന്നാർ സൂര്യനെല്ലി സ്വർഗമേട് പോയതിൻ്റെ ട്രെയിലറുണ്ട്. സോ നിങ്ങളതെല്ലാം മാക്സിമം ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യലേ. അപ്പോൾ അത് അതായത് കിട്ടുന്ന ആൾക്കാണെങ്കിലും കണ്ട് കണ്ട് തീരുവ എളുപ്പമുണ്ട്. ട്രെയിലർ കണ്ടിട്ട് മറ്റേ ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബ് ചെയ്ത് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം കൂടിയാണ് അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ ഫുൾ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ കുറച്ച് പേര് എനിക്ക് നെഗറ്റീവായിട്ടും പറഞ്ഞു, കുറേ പേര് പോസിറ്റീവായിട്ടും പറഞ്ഞു. സോ ലെറ്റ് മീ ടെൽ യു, അതായത് ഞാൻ ഫുൾ വീഡിയോ ഇട്ടതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. 1-2 പേര്, അതായത് പുറത്തുള്ള കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ എപ്പിസോഡ് ബൈ എപ്പിസോഡ് ഇടുന്നതിന് കുഴപ്പമില്ല, എന്നാൽ ഒരു ഫുൾ എപ്പിസോഡെന്നും പറഞ്ഞൊരു
മോഡലിൽ ഇടാമോ എന്നിങ്ങനെ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ഇടാമല്ലോ, അതിനിപ്പോൾ എന്നാ കുഴപ്പം. ഞാൻ പറഞ്ഞു ബിക്കോസ് ഞങ്ങൾക്ക് ആക്ച്വലി കാണുന്നുണ്ട് എപ്പിസോഡ് ബൈ എപ്പിസോഡ്, പക്ഷേ ചില ആൾക്കാർക്ക് ഒറ്റയടിക്ക് കാണുന്നതാണല്ലോ താല്പര്യം. അപ്പോൾ അതിൻ്റെ പർപ്പസിൽ, കാരണം നമ്മളിപ്പം നമ്മുടെ ഫാൻസ് കാര്യങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ കുറേയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരുത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാനാണ്, നമ്മുടെ ഫാനിന് നമ്മൾ വില കൊടുക്കുന്നില്ല എന്നുള്ളൊരു അർത്ഥമായില്ലേ. ഇവിടെ 105.89 പെട്രോൾ, പുറകിൽ 105.70 അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ വീഡിയോയും കാര്യങ്ങളും ഇറക്കിയത്. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കാണുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മളങ്ങനെ പെരുമ്പാവൂരൊക്കെ കഴിഞ്ഞ് അങ്കമാലിയിലേക്ക് ഇനി പോയിക്കൊണ്ടിരിക്കണം. അങ്കമാലി ഇനി ഇവിടെ നിന്നൊരു 10-12 കിലോമീറ്ററും കൂടെ ഉള്ളൂ അങ്കമാലി. സോ ഇന്ന് നല്ല സൺഡേ ആയിട്ട് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആട്ടോ. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ എനിക്ക് പെരുമ്പാവൂർ ഒരു സ്ഥലത്ത് കയറാനുണ്ട്, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിലവിൽ വിട്ടടിച്ചങ്ങ് പോന്നു. സോ ഫാർ സോ ഗുഡ്. ഇനിയിപ്പോൾ കാലടി പാലം വരും. കാലടി പാലം വന്നിട്ടില്ല, കാലടി പാലം ഇനി വരും. ആൻഡ് ഹോണസ്റ്റ്ലി നല്ല പോലെ ചൂടുണ്ട്. ഇടയ്ക്ക് ചെറിയൊരു ചൂട് കുറവുണ്ടായിരുന്നു, പക്ഷെ പിന്നെയും ചൂടായി. സോ ആക്ച്വലി ഇതിപ്പോൾ നിലവിൽ മാറ്റിയതായിരുന്നല്ലോ. ലൈക്ക് ഇപ്പോൾ ആ കണ്ട സ്പീഡ് ബ്രേക്കറിൽ ഈ വെള്ള അത് ആക്ച്വലി മാറ്റണം എന്നും പറഞ്ഞ് കോടതിയിൽ നിന്ന് ഓർഡറൊക്കെ വന്നതാണല്ലോ. എന്നിട്ട് ഇതുവരെ ഇപ്പോഴും ഉണ്ടല്ലോ ഇത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മൂന്നാർ വീഡിയോയിലൊരു ഇൻഫർമേഷൻ തരാൻ മറന്നുപോയി. ആക്ച്വലി മൂന്നാർ നമ്മൾ ടോള് തുടങ്ങിയല്ലോ. സത്യം പറഞ്ഞാൽ ടോള് തുടങ്ങിയിട്ടില്ല. ബിക്കോസ് ആ റോഡ് പണിയുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇൻഫർമേഷൻ കറക്റ്റാണോ റോങ് ആണോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാനവിടെ അന്വേഷിച്ചറിഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞു കേട്ടോ. അവർ പറഞ്ഞത് കല്ലെല്ലാം പൊട്ടിച്ച്, എയർപോർട്ട് ഇവിടുന്ന് 10 കിലോമീറ്ററാണ്. അപ്പോൾ മൂന്നാറിലെ സംഭവത്തിലേക്ക് വരാം. മൂന്നാർ ഗ്യാപ്പ് റോഡ് പണിയാൻ വേണ്ടിയിട്ട് കല്ലെല്ലാം പൊട്ടിച്ച്, അത് കല്ലൊക്കെ ഒരുപാട് പൊട്ടിച്ചിട്ട് അവരത് നമ്മുടെ ഗ്യാപ്പ് റോഡിൽ യൂസ് ചെയ്യാതെ പുറത്ത് വിറ്റ് കാശ് മേടിച്ചു. അങ്ങനെ വിറ്റ് കാശ് മേടിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു ടോൾ എന്ന് തുടങ്ങിയോ അന്ന് തന്നെ കൊടിയും കുത്തിവെച്ച് സമരം തുടങ്ങിയിട്ട് അവരത് അടച്ചു. സോ സംഭവം ഉള്ളതാണോ ഇല്ലാത്തതാണോ ഐ ഡോണ്ട് നോ. ഞാനവിടെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. കാരണം അവർ ഇത് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ മാക്സിമം കല്ലെല്ലാം പൊട്ടിച്ചിട്ട് വിൽക്കുമായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ടോൾ വേണ്ട എന്നങ്ങോട്ട് പറഞ്ഞു. കാരണം അവർ അവിടെയുള്ള സാധനം മുഴുവൻ വിറ്റിട്ടെല്ലാം ഉണ്ടാക്കിയല്ലോ. അവരുടെ കയ്യിൽ നിന്ന് 10 പൈസ ചിലവില്ലെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. സോ ഹോണസ്റ്റ്ലി എനിക്കിതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. സോ ഇതിനെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഫൈനലി നമ്മൾ അങ്കമാലിയിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞു. ഇനി നേരെ നമ്മൾ തൃശ്ശൂരിലോട്ടുള്ള ഹൈവേയിലോട്ട് കയറി. ഇനിയിപ്പോൾ അത്യാവശ്യം നല്ല പോലെ സ്പീഡിൽ പോകാം. ബിക്കോസ് ഇറ്റ്സ് 4 ലൈൻ ഹൈവേ. ഒരു സൈഡിൽ 2 ലൈൻ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകും. പക്ഷേ ചിലവന്മാരുണ്ട് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലാത്തവന്മാർ. അവന്മാരെ കൊണ്ടാണ് ഒരു ഭയങ്കര ശല്യം. സോ ഫൈനലി ഇനിയിപ്പോൾ അധികം ദൂരമൊന്നും ഇല്ല. ഒരു 50 കിലോമീറ്റേഴ്സ് ഇല്ല, ഒരു 40-45 കിലോമീറ്റേഴ്സ് 40 കിലോമീറ്റേഴ്സ് അടുത്തങ്ങോട്ടേ കാണുകയുള്ളൂ. $40 കിലോമീറ്റർ സംതിങ് ആണല്ലോ. ഞാൻ സിഗ്നൽ കാണിച്ചാണ്, സിഗ്നൽ ഓണാണെന്നും പറഞ്ഞു. ഫാസ്റ്റ് ലൈനിൽ കയറിയിട്ട് സ്ലോ ആയിട്ട് പോകുന്നു. അതാണ് കലി വരുന്നത്. സോ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ മര്യാദയ്ക്ക് പതുക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് ലൈനിൽ കൂടെ ഉപയോഗിക്കുക. സ്പീഡിൽ പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ റൈറ്റ് സൈഡ് യൂസ് ചെയ്യുക. സോ ഇതാണ് മെയിൻ പ്രോട്ടോക്കോൾ ഹൈവേയുടെ. അപ്പം നിലവിൽ നിങ്ങൾ സ്പീഡിലല്ല പതുക്കെയാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ലൈനിൽ ഇങ്ങനെ പോയേക്കുക. സ്പീഡിൽ പോകാൻ ആഗ്രഹിക്കുക, കയറി പോകാൻ ആഗ്രഹിക്കുന്ന സ്പീഡിലുള്ള ലൈനാണ് ഈ റൈറ്റ് സൈഡിൽ. സോ ആ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. പലരും കാണിക്കുന്നതിന് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കയറിയിട്ട് പതുക്കെ പോകും. പുറകെ വരുന്നവൻ വെറുതെ നിങ്ങളെ വന്ന് ഇടിക്കുകയും ചെയ്യും. മനസ്സിലായി? അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സിഗ്നലിൻ്റെ അവിടെ റൈറ്റിലോട്ട് തിരിയാനുള്ളവർ മാത്രം റൈറ്റിൽ നിൽക്കുക, നേരെ പോകാനുള്ളവർ ലെഫ്റ്റിലോട്ട് നിൽക്കുക. സിഗ്നലിന് മുമ്പായിട്ട്, സിഗ്നലിന് മുമ്പ് നമുക്ക് നേരെ വണ്ടി ഓടിക്കുമ്പോഴല്ലോ ഏറ്റവും മാക്സിമം ദീർഘവീക്ഷണം ഉണ്ടാവണം. അപ്പോൾ ദീർഘവീക്ഷണം ഉണ്ടാകുമ്പോഴേ നമുക്കറിയാം അവിടെ സിഗ്നൽ ഉണ്ടെന്ന്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ വെറുതെ ട്രാഫിക് ജാം ആവും, നിങ്ങളുടെ സമയം പോകും, മറ്റുള്ളവരുടെ സമയം പോകും. കണ്ടില്ലേ, ഫ്രണ്ടിൽ ട്രാഫിക്കാണ്. നമുക്ക് ഇതിലങ്ങ് പോയേക്കാം. എന്തായാലും ഫാസ്റ്റ് ലൈൻ തന്നെയായിരുന്നു. കണ്ടോ,
ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ്. സേഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് വേണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വാവ്, ദാറ്റ് വാസ് റിയലി എ സേഫ് ഡിസ്റ്റൻസ്. സോ ഈ പുള്ളി കുറേ നേരമായിട്ട് ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണാവോ ഉദ്ദേശം, അത് മാത്രം മനസ്സിലാവുന്നില്ല. ഹൈവേയിൽ ഇങ്ങനെ സിഗ്നൽ ഇട്ട് ഒരു കാരണവശാലും വെക്കരുത്. കാരണം പുറകെ വരുന്നവന് ചിലപ്പം ഇപ്പോഴാണോ ഇട്ടോ നേരത്തെയാണോ ഇട്ടോ എന്നൊന്നും ഓർത്തൊന്നും വരത്തില്ല. കണ്ടോ, ഒരു ലൈൻ പിടിച്ച് പോകാനുള്ളതിന് ഇടത്തോട്ടും വലത്തോട്ടും ഇട്ട് കളിക്കുവാണ്. വിത്തൗട്ട്, കണ്ടോ, സെൻട്രലാണ് വിളിക്കുന്നത്. അവനങ്ങനെ വിട്ടാൽ മതി. നമ്മുടെ അടുത്ത കളി. അങ്ങനെ നമ്മൾ ചാലക്കുടി എത്തി. സോ ചാലക്കുടി എത്തിയപ്പോൾ ഞാനൊരു പാട്ടിങ്ങനെ ഓർത്തു. നമ്മുടെ മണിച്ചേട്ടൻ്റെ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള 10 സെക്കൻഡൊക്കെ ഉള്ളു വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതാവും, കോപ്പിറൈറ്റും ആവും. സോ അതാണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ വന്നത്. ടു ബി ഓണേഴ്സ്, പുള്ളി നല്ലൊരു നടനായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ നല്ലൊരു നടനായിരുന്നു. എനിക്ക് പുള്ളിയുടെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ട് വന്നൊരാൾ എന്നുള്ളൊരു നിലയ്ക്ക്, അതുപോലെ വളരെ സാധാരണഗതിയിൽ ജീവിച്ചിരുന്ന ആൾ എന്നുള്ളൊരു നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ആക്ടിങ്ങും കാര്യങ്ങളും. സോ ഗായ്സ്, ഫ്രണ്ടിലുണ്ടല്ലോ ഫുള്ള് തന്നെ മേഘം മുഴുവൻ കറുത്ത് കാർമേഘമായിരിക്കുകയാണ്. പക്ഷെ വെയിലിന് ഒരു കുറവുമില്ല. ബട്ട് എനിക്കൊന്ന് ഫ്രണ്ടിൽ മഴ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ സ്പീഡ് നോക്കണ്ട, അതാരും അനുകരിക്കുകയും വേണ്ട. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ പറഞ്ഞില്ല എടുത്തില്ലെന്ന് ആരും പറയരുത്. സോ നമ്മളിപ്പോൾ നിലവിൽ തൃശ്ശൂർ അടുക്കാറായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഏകദേശം 91 കിലോമീറ്റർ നമ്മൾ ഓടിച്ചു. വാ, ഇറ്റ് വാസ് റിയലി നൈസ്. എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ റൈഡ്, ഞാൻ എല്ലാ റൈഡ്സും എൻജോയ് ചെയ്യുന്നൊരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഏത് സിറ്റുവേഷൻ ആയാലും, മഴയായാലും വെയിലായാലും എന്ത് സിറ്റുവേഷൻ ആയാലും ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. കാരണം നമുക്ക് ബൈക്ക് ഓടിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ ഏത് സിറ്റുവേഷനിലും ബൈക്ക് ഓടിക്കുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. സോ ഞാൻ ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു കടയിൽ നിർത്താനുള്ള പരിപാടിയാണ്. ഒരു 5 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് പോകാൻ വേണ്ടിയിട്ട്. സോ ഫ്രണ്ടിൽ നോക്കട്ടെ ഏതെങ്കിലും നല്ലൊരു കട ഉണ്ടോ എന്ന്. മഴ പെയ്തു ഗായ്സ്, അങ്ങനെ മഴ പെയ്തു. ഫുള്ള് സീൻ കോൺട്രി ആയിട്ടുണ്ട്. മഴ പെയ്തു അങ്ങനെ. സോ ഒരുപാട് മഴയാണ്. ആയാൽ പണി കിട്ടും. നോക്കട്ടെ എങ്ങനെയാണെന്ന്. സോ ഏതെങ്കിലും ഒരു കട കിട്ടുമായിരുന്നെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാനെങ്കിലും നിർത്താമായിരുന്നു. സോ ലാസ്റ്റ് ടൈം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അതായത് ഞാൻ പാലക്കാട് അട്ടപ്പാടി പോയ സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഹൈവേ കട പോകുമ്പോൾ പടേന്ന് പറഞ്ഞൊരു മഴ പെയ്തു. ആൻഡ് ഇപ്പോൾ വേണ്ട അതേ റൂട്ടിൽ കൂടെ തന്നെ നമ്മളിന്ന് പോകുന്നത്. തൃശ്ശൂരും ഹൈവേ കട അന്ന് പോയ പോലെ തന്നെ. അന്ന് എൻഡോർക്കലായിരുന്നു, ഇന്ന് ഡ്യൂക്കലായിരുന്നു. അത്രയും വ്യത്യാസമുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം 106.5 കിലോമീറ്റർ നമ്മൾ ഓടി. ഇനിയിപ്പോൾ നിലവിൽ നമ്മുടെ സബ്സ്ക്രൈബറിനെ കൂട്ടാൻ വേണ്ടി പോവാണ്. സോ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് മറ്റേ ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ ഫാർ സോ ഗുഡ്. വണ്ടിയിൽ ഒരു കുഴപ്പമില്ല. ഹൈവേയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഹൈവേയിൽ ഇന്നിപ്പോൾ നിലവിൽ ഇച്ചിരി ചൂട് കൂടുതലാണ്. വെയിൽ കൂടുതലിൻ്റെ ഭാഗമായിട്ട് ചൂട് ഇച്ചിരി ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതിന് വണ്ടികളുടെ മൈലേജ് ആണെങ്കിൽ 39.9 ആണ് കാണിക്കുന്നത്. ബട്ട് ലെറ്റ് സി എങ്ങനെയാണെന്ന് നോക്കാം. അറിയത്തില്ല, എന്തായാലും നോക്കണം. എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ. സോ ഇപ്പം നിലവിൽ നമ്മൾ ഏകദേശം നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ലൊക്കേഷൻ ആറായിട്ടുണ്ട്. സോ നമ്മൾ പതുക്കെയാണ് ഗൈസ് പോകുന്നത്. പതുക്കെ സോ നമ്മൾ സബ്സ്ക്രൈബറിനെ പിക്ക് ചെയ്തു. ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ബൈക്കിൽ ഇതുവരെ അങ്ങനെ കയറി എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് നല്ല പേടി. അതുകൊണ്ട് ഞാൻ മാക്സിമം പതുക്കിയാണ് പോകുന്നത്. ബിക്കോസ് ആൾ പുറകെ ഇരുന്ന് നല്ലപോലെ പേടിയാണ്. ബൈക്കിൽ ഇതുവരെ അങ്ങനെ കയറി എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട്. സോ അതുകൊണ്ട് മാക്സിമം പതുക്കെ വിടാമെന്ന് ഓർക്കുന്നു. സോ ഞാൻ ഈ ഒരു ലൊക്കേഷനിൽ പോയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി. അന്ന് ഞങ്ങൾ ടോട്ടലി അന്ന് കാണാൻ പറ്റിയില്ല. അങ്ങ് അത്രയ്ക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് ആ ഒരു എൻഡിങ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓഫ് റോഡാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഞങ്ങൾ പോയില്ല. പക്ഷേ ഒരുപാട് നടക്കണമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മുടെ ഡ്യൂക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പോകാൻ പറ്റും. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ എൻഡോർക്കുമായിട്ട് വരാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ അതിൻ്റെ പുറകിലത്തെ ടയർ ചെറിയ സീനായതുകൊണ്ട് അന്ന് നടന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ലൊക്കേഷൻ മൺഡേ വരെ ചെല്ലാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് തന്നെയാണ് പോന്നേക്കുന്നത്. ആൻഡ് വണ്ടിയുടെ പെർഫോമൻസിലൊന്നും കുഴപ്പമില്ല. ഇവിടെയൊക്കെ ആക്ച്വലി നമ്മൾ വരുന്നതിന് മുമ്പേ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു പോയി. പുറകെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഭയങ്കര പേടി കേട്ടോ സ്പീഡ്. ഞാൻ അതുകൊണ്ടാണ് മാക്സിമം സ്പീഡ് കുറച്ച് പോകുന്നത് തന്നെ.
കാരണം നമ്മൾ പുറകെ ഇരിക്കുന്ന ഒരാളുടെയും കൂടെ ഒരു കംഫർട്ടബിൾ നോക്കണമല്ലോ, അല്ലാതെ നമ്മുടെ മാത്രം സ്വന്തം ഇഷ്ടപ്രകാരം പോവാതെ. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം ഞാൻ സ്പീഡ് കുറച്ചൊരു 50-60 അകത്ത് തന്നെ പിടിച്ച് പോകുന്നത്. കാരണം പുറകെ ഇരിക്കുന്ന ആൾക്ക് ഡിസ്കംഫർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ റൈഡിങ്ങിന് ഒരു സുഖം ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ ആളങ്ങനെ ബൈക്കിലൊന്നും കയറി ഇതുവരെ അങ്ങനെ റൈഡോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രാവലിംഗ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ അത് കാരണമുള്ളൊരു പേടിയാണ്. അപ്പോൾ 1-2 പ്രാവശ്യം നമ്മളോട് റൈഡിനൊക്കെ വന്നു കഴിയുമ്പോൾ മാറിക്കോളും. പിന്നെ ആൾക്ക് ആ പേടിയൊന്ന് മാറ്റണമെന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇന്നെന്നോട് ചോദിച്ചത് ഇതിലെ വല്ലതും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഓൾറെഡി ഒരു പ്രോഗ്രാം ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്നാൽ ഈ വാട്ടർഫോളും കാണാൻ നിങ്ങളെ കാണിക്കാം എന്നോർത്ത് ഇങ്ങനെ ഇറങ്ങിയതാണ്. സോ ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് ഞാൻ ഇട്ടേക്കാം. അത് കറക്റ്റ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ മതി, കറക്റ്റ് ഇവിടെ എത്തും കേട്ടോ. സോ അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. 1-2 വഴി ചെറിയ വഴികൾ കാണിക്കും, അത് ഷോർട്ട് കട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് എത്തും. ആ കറക്റ്റ് പേരടിച്ചാൽ മതി. സ്ഥലത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ വഴി വരുന്നില്ല, പക്ഷെ വഴി ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വഴി കേട്ടോ. കയറ്റം കാര്യങ്ങളൊക്കെയാണ്. ഒരു എന്താ പറയുക, കംപ്ലീറ്റ്ലി ഒരു വില്ലേജ് സൈഡിൽ നിന്ന് വേണമെങ്കിൽ തന്നെ പറയാവുന്ന ഒരു സ്ഥലമാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ ഒരു വാട്ടർഫോൾ ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. സോ ലാസ്റ്റ് ടൈം വന്നപ്പം ഇതിൻ്റെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഓഫ് റോഡ്, ഭയങ്കര വലിയൊരു ഓഫ് റോഡ് പോലെ തോന്നിയായിരുന്നു കാറുമായിട്ട് വന്നപ്പോൾ. അപ്പോൾ അന്ന് ഞാൻ അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോന്നു. പിന്നെ അങ്ങോട്ട് നടക്കാനുള്ളൊരു മടിയും കാര്യങ്ങളൊക്കെ കാരണം തിരിച്ചു പോന്നു. ഇന്നിപ്പോൾ എന്തായാലും ബൈക്കുമായിട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് വാട്ടർഫോൾ വരെ പോകാം എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് ഇവിടുത്തെ വഴിയുടെ ഒരു സിറ്റുവേഷൻ. ചെറിയ വഴി, നല്ല കയറ്റവും. സോ ഓഫ് റോഡ് ബിഗിൻസ്. Wow, we are inside a forest. Wow. എക്സോസ്റ്റ് തട്ടി. പേടിക്കണ്ട, ഫാൻ ഓണായതാ, വണ്ടിയുടെ ഫാൻ ഓണായതാന്ന്. ഇവിടെയൊക്കെ ബൈക്ക് കുറേ വെച്ചിട്ടുണ്ട്. ഡോണ്ട് വറി, പാനിക് ആവരുത്, എന്നെ കൂടെ മറിച്ചിടരുത്. ലഡാക്ക് പോകുന്നതിന് മുമ്പുള്ള പ്രാക്ടീസാണ്. ലഡാക്കിൽ നീ വീഡിയോസ് കണ്ടു നോക്കണേ. ഇതിൻ്റെ 100 ഇരട്ടിയാ വഴിയിലൊക്കെ. മൈക്കാട്ട് തീർന്നില്ല മോനെ, ഇനിയുണ്ട്. Yes, don't worry. Yeah. അങ്ങനെ ചെറിയാതടി, അങ്ങനെ ചെറിയാതെ. നീ എന്നെ പിടിച്ചിരുന്നേ കറക്റ്റ്. അങ്ങനെയല്ല, വട്ടം കൈ കൊണ്ട് പിടിച്ചിരി. അങ്ങനെ ഇരുന്നോ, പേടിക്കണ്ട, അത് കുഴപ്പമൊന്നുമില്ല. അറിയില്ല മോനെ, ഞാനിവിടെ സ്ഥിരം വരുന്നല്ലോ. ഇവിടെയൊക്കെ വീടുണ്ട്.
അതെനിക്കറിയത്തില്ല എന്നോട് ഇവിടെ വീടുള്ള കാര്യം. ഓഹോ, എന്തിന്? പിന്നെ നിന്റെ വിചാരം കേട്ടതൊന്നും ഏതാണ്ട് ഞാൻ 200 മൈൽ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നതെന്ന്. ആഹാ, ഹാർട്ട് അറ്റാക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ വേറെ തന്നെ ഞാൻ മറ്റേ പണ്ട് ഡൽഹിയിൽ പോയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഞാനന്ന് ഹൈബൂസയായിട്ട് ഒരു ദിവസം ഡൽഹിയിൽ കറങ്ങാൻ വേണ്ടി പോയി, മീററ്റ്. അപ്പോൾ ഇവൻ മീററ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ മീററ്റിൽ താമസിക്കുമ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഹൈബൂസ ഒന്ന് ഓടിക്കാൻ തരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കാരണം എൻ്റെ വണ്ടി അല്ല അത്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, അതിപ്പം നോർമലി ബൈക്ക് ഓടിക്കുന്ന പോലെ അല്ലേ എന്നൊക്കെ പറഞ്ഞു. നോർമലി ബൈക്ക് ഓടിക്കുന്ന പോലെ അല്ലെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവനെ കയറ്റി ഡൽഹിക്ക് പോരുക. ഡൽഹിക്ക് പോകുന്ന സമയത്ത് ഞാനൊരു 300 കയറി. ഇവൻ ഓൺ ദ വഴി മൂത്രം ഒഴിച്ചടി, ഓൺ ദ വഴി മൂത്രം ഒഴിച്ച്. എന്നിട്ട് കോമഡി ആയിരുന്നേ. എന്നിട്ട് ഇവൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട്, വഴിയിലോട്ട് ഇറങ്ങിയിട്ട് ഇവന് മുട്ട് കിടന്ന് രണ്ടും കൂടെ കൂട്ടി അടിക്കുക. പേടിച്ചിട്ട് മൂത്രം ഒഴിച്ചൊന്നും ഞാൻ അറിഞ്ഞത് പോലുമില്ല. അത്ര സ്പീഡിൽ പോവല്ലേ. അപ്പോൾ അത്ര സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമ്മളറിയാമല്ലോ. ഞാൻ ആക്ച്വലി ആദ്യം ഒരു 120-130 വരെ കയറിയേ. അപ്പോൾ പറയാം, ഇതൊക്കെ എന്താ പീസ് ഓഫ് എ കേക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗിയായിരുന്നു. എന്നാൽ പിന്നെ എൻ്റെ പീസ് അത് കഴിഞ്ഞൊരു 180-200 ടച്ച് ചെയ്തു. ഓ മൈ ഗോഡ്, സ്ലഷാണ്. പിടിച്ചിരുന്നോണേ. അപ്പോഴും പുള്ളി പറഞ്ഞു ഇതൊക്കെ എന്തെന്നൊക്കെ പറഞ്ഞ് 300 കയറിയപ്പോഴത്തേക്കും പുള്ളിയുടെ സകല കിളിയും പോയി. പുള്ളിക്ക് പേടിയായിപ്പോയി, കാരണം അത്രയും സ്പീഡിലല്ലേ. ഓ മൈ ഗോഡ്, പേടിക്കാരി അനങ്ങാതടി പറഞ്ഞേ. സ്ലഷാണ്. അങ്ങനെ വീഴുമെന്ന് പേടിക്കണ്ട, അങ്ങനെ വീഴിക്കുകയല്ല, ആ കാര്യത്തിൽ പേടിക്കണ്ട. അത് സ്ലഷ് ഉള്ളതല്ലേ. ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, സ്ലഷാണ്, തെന്നും പിടിച്ചിരുന്നോണം എന്ന് പറഞ്ഞില്ലേ. ഇതേത് ഗുദാവിലേത്? നമ്മൾ കാടിൻ്റെ അകത്താണല്ലോ. ഏതാണ്ട് കാടിൻ്റെ അകത്ത് റബ്ബർ തോട്ടോ. എൻ്റെ പൊന്നോ, വേണ്ട ഇവിടെ DTH ഒക്കെ വെച്ചേക്കുന്നത്. ആ ബെസ്റ്റ്, നീയല്ലേ ഇവിടെ താമസിക്കുന്നത്, നീയല്ലേ ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അപ്പം നിനക്കറിയത്തില്ല എപ്പോൾ എത്തുന്നത്. ആ ഒരു വൃത്തികെട്ട സ്മെല്ല്. നോക്കി ആ ബട്ടർഫ്ലൈ നോക്കി, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഇങ്ങനെ പേടിക്കാടി പൊന്നോഹര. ഇനി എനിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഓഫ് റോഡും കൂടെ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നെ കൊണ്ടുപോയാൽ നീ എന്നാ പറയും, നീ പകുതി വഴിക്ക് ഞാൻ നടന്ന് വീട്ടിൽ പോക്കോളാം എന്ന് പറയുമല്ലോ. അത് എന്നാ അറിയാവോ, മഴ പെയ്ത് കഴിയുമ്പം സ്ലഷ് ആവും. അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വാട്ടർ ക്രോസിങ്. അതൊക്കെ ഓക്കെയാണ്. സെൻട്രിൽ കൂടെ പോവാം. പിടിച്ചിരുന്നോ? ഓക്കെ പോവാം. എൻ്റെ ഷൂ അപ്പം നനഞ്ഞോട്ടെ എന്നാ. വാവ്, അടിപൊളി. അല്ല ഇതിപ്പോൾ വാട്ടർ ക്രോസിനുള്ള വഴി ഏതാ? അതാണോ ഇതാണോ? മാപ്പിൽ ഐ തിങ്ക് ഇങ്ങോട്ടാന്ന് തോന്നുന്നു. എൻ്റെ വന്ന വട്ടം പിടിച്ചിട്ടടി, മോളിൽ പിടിക്കാതെ. ആ അയ്യോ ഹരാ, വെറുതെ അമ്മമാർ ബൈക്ക് അവിടെ വെച്ചിട്ട് നടന്നു പോരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അമ്മമാർ ബൈക്ക് അവിടെ വെച്ചിട്ടേ
നടന്നു പോരുന്നത് വെറുതെ അല്ല. എൻ്റെ വന്ന വൈ പറയാം ട്രിപ്പ് കൊണ്ടുപോകുന്ന. ഓനെ വാട്ടർഫോൾ എവിടെയാ? സ്ട്രൈറ്റ് പോയാൽ മതിയോ? ആ ടീ പൊളി. എന്നാൽ ഇവിടെ സ്പീഡിൽ ഓടിക്കാം, എന്നിട്ട് തെന്നടിച്ച് എവിടെയെങ്കിലും കിടക്കാം. പലരും കാണിക്കുന്ന മിസ്റ്റേക്ക് എന്നാ അറിയാമോ? ഓഫ് റോഡിങ്ങിൽ ഭയങ്കര സ്പീഡിൽ പോവും. അപ്പോൾ ചില സമയത്ത് അറിയാതെ നമ്മൾ ഒന്ന് ബാലൻസ് തെറ്റുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറി ബ്രേക്ക് പിടിക്കും. അപ്പോഴാണ് തെന്നി അടിച്ച് വീടുന്നത് എടുക്കുന്നതൊക്കെ. ഇത് കംപ്ലീറ്റ്ലി ഫോറസ്റ്റ് ആണല്ലോ. എൻ്റെ പൊന്നാരാ. ഐ തിങ്ക് ഇവിടെ നിന്ന് താഴോട്ട് നടന്നു പോകണം തോന്നുന്നു. കേരള വനം വന്യജീവി വകുപ്പ്, തൃശ്ശൂർ വനം ഡിവിഷൻ, പട്ടിക്കാട് വനം റേഞ്ച് പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. പക്ഷേ അപ്പം അവിടെ നിന്ന് അങ്ങനെ ബ്ലോക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ ആ വഴിയൊന്നും. സോ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് താഴോട്ട് നടന്നിറങ്ങണം. നിനക്ക് ബൈക്ക് ഇരിക്കാൻ എന്തിനാണ് നീ പേടിക്കുന്നത്? എടാ വല്ല ആനയും പുലിയോ വല്ലോ വരുവാടാ. വനത്തിന്റെ അത്തക്കട ആയതുകൊണ്ട് ചെറിയൊരു ഒരു കൺഫ്യൂഷനേ. പുലി വന്നാൽ ഞാൻ വരത്ത് ചാടി കയറും കേട്ടോ. നിന്നെ തീറ്റയാക്കിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. പക്ഷെ നല്ല ആംബിയൻസ് കിട്ടും, നല്ല അടിപൊളി സ്ഥലം, നല്ല തണുപ്പും. ഞാൻ ആക്ച്വലി ഇവിടം വരെ ഇതുവരെ വന്നിട്ടില്ല. അവിടെ വന്ന് കാറുമായിട്ട് വന്നപ്പോൾ പിന്നെ ഓഫ് റോഡ് പോലെ തോന്നിക്കൊണ്ട് തിരിച്ചു പോയില്ലേ, അങ്ങോട്ട് കയറിയില്ല. ഇതൊക്കെ വെട്ടിപ്പൊളിച്ചോണ്ട് പോകേണ്ടവരും തോന്നുന്നു. വാക്കത്തി എടുത്തില്ല. ഇതെങ്ങനെ പിടിച്ചാലും ഫുള്ള് 360 കിട്ടും. കൊള്ളാലോ, സെറ്റ്. അങ്ങനെ ഗുഹയ്ക്കകത്ത് കിടക്കണം. പണിയണം. അവനെ വിജീഷിനെ കൊണ്ടുവരായിരുന്നു. വിജീഷ് ആ പകുതി വഴിക്ക് വെച്ച് പറയും, ഞാൻ നിർത്തി, ഇവിടെ നീ നടന്നു വന്നോളാം. വിജീഷിന് പേടിയുണ്ട്, പക്ഷെ എൻ്റെ കൂടെ വരുമ്പോൾ പേടിയില്ല. എന്ത് വന്നാലും കൂടെ നിൽക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്. എൻ്റെ പൊന്നോരാ ഇതിട്ടേക്കാട്ടാ, യൂട്യൂബിൽ ഇട്ടേക്കാം, നിന്റെ ചെക്കൻ കണ്ട്. ഒന്നും കുഴപ്പമോ? അല്ല, ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ബൈക്കിലൊന്നും ഇരുന്നിട്ടില്ല. അപ്പം എനിക്കൊരു ആഗ്രഹം ബൈക്കിൽ ഇരിക്കാൻ. പറഞ്ഞാൽ പോരെ. എപ്പോഴെങ്കിലെത്തട്ടെ. സെറ്റ് സ്ഥലം, കാട് നിറച്ച് ഫോറസ്റ്റാണ്. മഴയാണോ? ആ, ഇവിടെ അടുത്താ. അടിപൊളി കേട്ടോ. ഇവിടെ കണ്ടു നോക്കിയാ, ആ മരത്തിന്റെ സൈസ് നോക്കിയേ. കാട്ടുതീ തടയൂ, വനത്തെ രക്ഷിക്കൂ.
ഓക്കെ, അവിടെ ഏതാണ്ടൊക്കെ മണി ഏതാണ്ടൊക്കെ തൂക്കിയിട്ടുണ്ട്. സോ നമ്മൾ എത്താറായി ഫൈനലി. വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് കണ്ടിട്ട് പോയേക്കാൻ പെട്ടെന്ന്. എന്നെ വീടരുത്, സ്ലിപ്പറിയാണ്. താഴെ ഇറങ്ങേണ്ട വരും. ഞാൻ ഹെൽമെറ്റ് മോഡിഫൈ ഒക്കെ ചെയ്തു. അതെ, ഞാൻ ഈ യെല്ലോ കൊടുത്തതന്നെ അറിയോ, അടുത്ത മാസം ഞാൻ അത്രയും കിലോമീറ്റർ സോളോയാണ് പോകുന്നത്. അപ്പം ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക് ചിലത് കാണത്തില്ല. അപ്പോൾ വേറൊരു മറ്റേ ഇതുപോലെ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിലേ കുറച്ചുകൂടെ പെട്ടെന്ന് ആൾക്കാർ കാണും. അമ്മമാർ കാറ് വന്നിട്ടൊന്നും വരുന്നില്ലേ? നമ്മുടെ പുളിച്ചു. അപ്പം ഞാൻ ചെളി ചവിട്ടിയതോ നേരത്തെ ഞാൻ ചെളി ചവിട്ടിയതോ. വാ, ഭയങ്കര വലിയ വാട്ടർഫോൾ ആണെന്ന് പറഞ്ഞിട്ട് വലിയ ആനയും സംഭവമൊന്നും ഇല്ല ഇവിടെ. ആസ് എക്സ്പെക്റ്റഡ് ഇത് പോരാ അല്ലേ? ആ, മഴ കുറവല്ലേ? സോ അത്യാവശ്യം നല്ലൊരു സെറ്റ് സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. വലിയ കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് വെള്ളമൊന്നുമില്ല. ആക്ച്വലി മഴ കുറവായതുകൊണ്ട് സോ ഒരുപാട് വെള്ളം കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഫൈൻ, അത്യാവശ്യം നല്ലൊരു ലിഫ്റ്റാണ്. സോ ഇവിടെ അത്യാവശ്യം വേണ്ട. ഇവിടെ ഇങ്ങനൊരു വ്യൂ ആട്ടോ. ഇവിടെ ആണ് ഒരു പ്രാന്തി മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. മീനെ കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല. മീനൊന്നുമില്ല, ചുമ്മാ തമാശ പറയാം ഗൈസ്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഫുള്ള് കല്ലാണ്. നല്ല അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല. ഒരു എന്താ പറയുക, അൾട്ടിമേറ്റ് ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് നിൽക്കുന്ന, ഫോറസ്റ്റാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ്, നേച്ചർ എക്സ്പീരിയൻസ് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരാം. താഴെ ആക്ച്വലി ഒരു വാട്ടർഫോളും കൂടെ ഉണ്ട്. അവിടെ വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് താഴോട്ട് പോവാണ്. ഇനി ഞാൻ വാച്ച് കെട്ടാൻ പറഞ്ഞു, അങ്ങോട്ട് താഴോട്ട് പോവാണ്. അവിടെ കുറച്ചുകൂടെ നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. സോ അപ്പം ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാൻ ഓർത്താം. താഴെ കുളിക്കുക. സോ ഇതാണ് ഇവിടെ ഫൈനൽ. താഴെ വേണ്ട അവർ കുളിക്കുകയാണ്. അവിടെ കുറച്ച് വെള്ളാടിയും അലമ്പും ഒക്കെ ഉള്ള ടീംസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോകുന്നില്ല. സോ അവിടെയാണ് മെയിൻ കുളിക്കാനുള്ള സ്പോട്ടും കാര്യങ്ങളും. ഇതാണ് വാട്ടർഫാള്. ഓടി കിടന്നു എല്ലാവരും അവിടെ ഓടി. അമ്മമാർക്ക് ഒന്നിനും പകുതി എണ്ണത്തിന് പോവില്ല. അങ്ങോട്ട് പോകടി, ഇതിലെ പോ. ആ അതാ ഞാൻ പറഞ്ഞത്. ഇതില പിന്നെ അവരുടെ ഡ്രസ്സുകൾ ഉള്ളതാണ്. അവിടം വരെ ഉള്ളടി, നമുക്ക് ആവാൻ മതി. തിരിച്ചു പോവാം. അതാ ബെറ്റർ. അറിയുന്നത് അവന്മാർ നല്ല രീതിയിൽ വേണം. അത് പൊട്ടി പറയുന്നത്.
വീട്ടിൽ നിന്ന് 129.2 കിലോമീറ്റർ ഓടി ഗൈസ്. പക്ഷേ നല്ല കലക്കൻ ഓഫ് റോഡാണ്. ഒരുപാട് അങ്ങനെ ടഫ് ഓഫ് റോഡല്ല, പക്ഷെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഓഫ് റോഡാണ്. ആൻഡ് പുറകെ ഇരിക്കുന്ന ആളുടെ ഉപ്പടലായി പോയി. ബിക്കോസ് ആൾക്ക് ഒന്ന് ബൈക്കിൽ കയറാൻ പേടി. ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഇതുപോലെ സ്ലഷും, പിന്നെ അവിടെ നിന്നൊരു 200 മീറ്റർ നടന്നു പോകണം. നടന്നു പോയിട്ട് താഴോട്ട് ഇറങ്ങണം. സോ താഴോട്ട് ഇറങ്ങണം. താഴോട്ട് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ബിസി ലൈഫിൽ നിന്ന് മാറി ഒരു വീക്കെൻഡ് ഒരു സ്പെൻഡ് ചെയ്യാൻ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒറ്റയ്ക്കാണെങ്കിലും വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്. പിന്നെ താഴോട്ടെന്ന് പറഞ്ഞാൽ കുളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുളിക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. ബേസിക്കലി എനിക്കാണെങ്കിലും ഞാൻ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴോട്ട് ഇറങ്ങിയില്ല. ബട്ട് ഇവിടെ വരെ വന്ന് എന്തായാലും വേർത്താണ്. ലൊക്കേഷനൊക്കെ സൂപ്പർ, ഒരു രക്ഷയില്ല. ഈ വഴി കൂടെയാണ് ആ കറുത്ത അംബാസഡർ കയറി പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. പിടിച്ചിരുന്നോണേ. യെസ്, ഒന്നുമില്ല.
സോ ഈ ട്രിപ്പിൽ വന്നതായിട്ട് നമ്മൾ മാത്രമേ ബൈക്ക് താഴെ വരെ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. ബാക്കി ആരും കൊണ്ടുപോയിട്ടില്ല. ഒന്നെങ്കിൽ ഇവിടെ വെച്ചേക്കുന്ന, അല്ല അവിടെ വെച്ചിട്ട് ഇവിടെ നടന്നു പോവാണ്. ഇവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. ഇവിടെ വെച്ചിട്ട് നടന്നു പോവാണ് ആൾക്കാർ. നമ്മൾ മാത്രമാണ് ബൈക്കുമായിട്ട് താഴെ വരെ പോയത്. പക്ഷേ കാണുന്നത്രയും ഇതല്ല, ഓഫ് റോഡുണ്ട്, കാര്യങ്ങളുണ്ട്. ബട്ട് നമുക്കിതൊരു ഫണ്ണാണ്, കുഴപ്പമില്ല. നമുക്കിതൊരു ഫണ്ണാണ്. ഒരു ട്രയൽ റണ്ണെന്ന് കൂട്ടിയാൽ മതി, അടുത്ത ട്രിപ്പിനുള്ള ട്രയൽ റൺ. കാരണം നമ്മൾ എത്രത്തോളം ഓടിക്കുന്നോ അത്രയും നമുക്ക് എക്സ്പീരിയൻസും നമുക്ക് ഇതുപോലത്തെ പാച്ചസിൽ ഓടിക്കാനുള്ളൊരു കഴിവും കിട്ടും. അപ്പോൾ ഓടിക്കാതിരുന്നിട്ട് കാര്യമില്ല, ഓടിച്ചാലേ നമുക്ക് ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. എനിവേസ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഫൈനലി ബാക്ക് ടു ദ റോഡ്. സോ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ആക്ച്വലി ഒരു സ്പോട്ട് വരെ കാണിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബൈക്കുമായിട്ട് പതുക്കെ പോകാം. ആ ഒരു ഓഫ് റോഡാണ് കംപ്ലീറ്റ്ലി ഞാൻ കാണിച്ചത്. സോ നമ്മൾ ബൈക്ക് നിർത്തിയ സ്ഥലത്തുനിന്ന് പിന്നെ അങ്ങോട്ട് നടന്നു പോവുകയേ ഓപ്ഷനുള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. സോ ഇവിടുന്ന് ഏകദേശം അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ഇവിടം വരെ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. 2 കിലോമീറ്റർ ചെറിയ ഓഫ് റോഡ്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ നമ്മളിനി ഇനിയിപ്പോൾ നിലവിൽ നമ്മൾ നേരെ ശക്തനിലോട്ടാണ് പോകുന്നത്, ശക്തൻ സ്റ്റാൻഡിലോട്ട്. സോ എൻ്റെ ഫ്രണ്ടിന് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ടുവിടുന്നു, നേരെ തിരിച്ചു വരുന്നു. ആ ലൊക്കേഷനിലോട്ട് പോകുന്ന വഴിയാണല്ലോ നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ. പോകുന്ന വഴിയൊക്കെ ഇതുപോലെ നല്ല അടിപൊളി നല്ലൊരു ആംബിയൻസാണ്. നമുക്ക് പോകാൻ തന്നെ തോന്നും, അതുപോലെ സൂപ്പർ ആയിട്ടുള്ളതാണ്. ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് വർത്തായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയുക. ഇനിയിപ്പോൾ നമ്മൾ നേരെ ശക്തനിൽ പോയതിന് ശേഷം ഇവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വീഡിയോ എഡിറ്റൊക്കെ ചെയ്യുന്നതായിരിക്കും. ആയിട്ടുള്ളൊരു സംഭവം കണ്ടു കേട്ടോ. ഇതാ താറിൻ്റെ പുറകിലൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്, നോ റോഡ് നോ പ്രോബ്ലം. അതുപോലൊരു വക്കാണ്ട ഫോർ എവറിൻ്റെ സ്റ്റിക്കറും സൺഷൈൻ ആൻഡ് സ്മൈൽസ്. നൈസ്. എനിക്ക് ആ ഒരു നോ റോഡ് നോ പ്രോബ്ലം എന്ന് പറഞ്ഞ ആ ഒരു ടാഗ് ലൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് നമ്മുടെ ഫ്രണ്ടിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് NH47 കയറി. ആൻഡ് വി ആർ ഹെഡിങ് ബാക്ക് ടു ഹോം. നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. സോ പോകുന്ന വഴിക്ക് പെരുമ്പാവൂർ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങ് പോകും. ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട് വരെ കൂടെ പോകാൻ സാധ്യതയുണ്ട്. കാരണം നാളെ പെരുന്നാളായതുകൊണ്ട് അവിടം വരെ ഒന്ന് പോകാമെന്ന് ഓർത്തു. ചുമ്മാ ഒന്ന് കുറേ ആയി കണ്ടിട്ട്, അപ്പോൾ അത് കാരണം ഒന്ന് കാണാമെന്ന് ഓർത്ത് ഇങ്ങനെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, അത്യാവശ്യം നല്ല സ്പീഡിലുമാണ് അത് കാരണം പോകുന്നത്. കാരണം ഒരുപാട് കുറഞ്ഞ സ്പീഡിൽ പോയിട്ട് കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ സ്പീഡിലാണ് പോകുന്നത്. ഇത് നോക്കിയാൽ ഒരു വാഗണറിനകത്ത് നോക്കി ഡിക്കിക്കകത്ത് വരെ ആളെ ഇരുത്തിക്കൊണ്ടാണ് പോകുന്നത്. കൊള്ളാലോ, നൈസ് ഐഡിയ. ഈ ഒരു ഹൈവേയിൽ ഒരു മിനിമം ഒരു 100 പിടിച്ച് പോരുന്നത് എപ്പോഴും നല്ലത്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നമുക്ക് കിലോമീറ്റർ ക്ലോക്ക് ചെയ്യുകയും ചെയ്യാം. കാരണം കേരളത്തിലാകെപ്പാടെ ഒരു ഓടിക്കാൻ പറ്റിയൊരു ഹൈവേ ഇതാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല, പോട്ടോൾസോ കാര്യങ്ങളൊന്നും ഇടയ്ക്കില്ല. പിന്നെ ഇടയ്ക്ക് ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ വരുമ്പോൾ ഉള്ള ശകലം പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്പീഡിൽ തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് എത്ര കൺട്രോൾ ഉണ്ടോ ആ ഒരു സ്പീഡിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ എൻ്റെ ഒരു കൺട്രോൾ അനുസരിച്ചാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അല്ല വണ്ടിക്ക് സ്പീഡിൽ പോകാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞല്ല, എൻ്റെ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരുപാട് അലപ്പിക്കാതെ ഒരു മൈലേജൊക്കെ കിട്ടുന്ന രീതിയിൽ മര്യാദയ്ക്ക് പോകുമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. സോ അത് നിങ്ങളായിട്ടുള്ള രീതികളിൽ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക, അല്ലാതെ മറ്റുള്ള ഒരാളെ അനുകരിക്കാതിരിക്കുക. മലയിൽ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു. ഇപ്പോൾ നേരെ നമ്മൾ വന്ന റൂട്ട് തന്നെ. ഇനിയിപ്പോൾ പെരുമ്പാവൂർ ഇവിടെ നിന്നൊരു 12 കിലോമീറ്റർ പെരുമ്പാവൂർ. ഓക്കെ, നമ്മുടെ ലോ ഫ്യൂവൽ കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ടോട്ടൽ എത്ര ഓടി? 192.7 കിലോമീറ്റർ ഇതുവരെ നമ്മൾ ഓടി. സോ ഓബിയസ്ലി ലോ ഫ്യൂവൽ കാണിക്കും. പെരുമ്പാവൂരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. സോ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൂടെ ഒന്ന് കാണാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്.
ആൻഡ് നമ്മളിപ്പോൾ നിലവിൽ പെട്രോൾ അടിക്കണം. ഞാൻ പ്ലാനിങ് ഫ്രണ്ടിലൊരു നയറയുടെ പമ്പുണ്ട്, അവിടെ നിന്ന് അടിക്കാൻ ഓർത്തിരിക്കുക. ലോ ഫ്യൂവൽ ലെവലായിട്ടുണ്ട്. എന്തായാലും നോക്കട്ടെ, ഫ്രണ്ടിലൊരു നയറയുടെ പമ്പോ ജിയോയുടെ പമ്പോ ഉണ്ട്, അവിടെ നിന്ന് അടിക്കാം. ഐ തിങ്ക് ജിയോയുടെ പെട്രോൾ പമ്പാണ് കുറച്ചുകൂടെ ബെറ്റർ. നയറയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ബിക്കോസ് പെട്രോളിൽ ജിയോനേക്കാളും ബെറ്റർ നയറയാണ്. ബിക്കോസ് ഞാൻ ഓടിച്ചതിൽ ഇപ്പം എൻ്റെ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് വെച്ചിട്ട് നയറയുടെ പെട്രോളാണ് കുറച്ചും കൂടെ ലാസ്റ്റിങ്. ജിയോയുടെ അത്ര പോരെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാനിപ്പം ഇന്നിപ്പോൾ രാവിലെ ഒരു 5 ലിറ്റർ പെട്രോൾ അടിച്ചു. രാവിലെ 5 ലിറ്റർ അടിച്ചോളൂ, കാരണം അത് ആവശ്യത്തിന് പെട്രോൾ ഉണ്ടായിരുന്നു. പക്ഷേ ജിയോയുടെ പെട്രോൾ നല്ലപോലെ കത്തുന്നുണ്ട്, എക്സ്ട്രാ ഐ തിങ്ക് കത്തിപ്പോകുന്നുണ്ട്. പക്ഷേ നയറയുടെ അത്രയും കത്തലില്ല. എനിവേസ് ഞാനതൊരു ഫൈനലൈസ് ചെയ്ത് പറയാം. ഗീവ് മീ സം ടൈം. എന്തായാലും ഇനിയിപ്പോൾ ഒരു നെക്സ്റ്റ് റൈഡ് വരുമ്പോൾ ഞാൻ എന്തായാലും അത് പറയാം. ബിക്കോസ് ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്രം പോയപ്പോൾ പോലും ഇത്രയും പെട്രോൾ കത്തിയിട്ടില്ല. അന്ന് നയറ പമ്പിൽ നിന്ന് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് പോയത്. സോ ഐ തിങ്ക് ജിയോയുടെ പെട്രോൾ അത്ര പോരെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. സോ ഐ സ്റ്റിക്ക് വിത്ത് നയറ, ദാറ്റ് ഈസ് ബെറ്റർ. സോ എഗെയിൻ നമ്മളൊരു 5 ലിറ്റർ പെട്രോൾ അടിച്ചു. ടോട്ടൽ ഇന്നിപ്പോൾ നമ്മൾ 237.3 കിലോമീറ്ററാണ് ഓടിയത്. സോ ഞാൻ ഇനിയിപ്പോൾ നിലവിൽ എനിക്കൊരു ചായക്കട നോക്കുവാണ്, ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പുറയിലൊക്കെ കുറേ നോക്കിയിട്ടും കണ്ടില്ല. സോ അത്യാവശ്യം ഒരു നല്ലൊരു കട. കാരണം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പ്രോപ്പറായിട്ട് അങ്ങനെ ലഞ്ചൊന്നും ആയില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കടിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ. സോ ഫൈനലി അങ്ങനെ നമ്മൾ കൊറോളിങ്ങാട് എത്താറായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ചിലപ്പോൾ ശക്കലം വിൻ നോയ്സ് വരാനുള്ള സാധ്യതയുണ്ട്, ബട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്, ബിക്കോസ് നല്ല വിൻ ബ്ലാസ്റ്റ് ആണ്. പിന്നെ കാണുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നു. രാത്രി ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വ്ളോഗ് ചെയ്യാതിരുന്നത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.